ഞാൻ പറഞ്ഞില്ലേ ഈ മാൻ ഹോളിൽ ഒരാൾ വീണ് മരിച്ചതോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇത്ര വേസ്റ്റ് വന്ന് വീണതൊന്നും ഒരു പ്രശ്നമല്ല. ഇതിനകത്ത് ഇപ്പോൾ മീഡിയ അടക്കമുള്ള എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കാൻ പോകുന്നത് ഈ എന്താ പറയുക സ്കൂബ ഡൈവിങ്ങുകാരുടെ പ്രയത്നവും അവരുടെ ത്യാഗവും. ഭയങ്കരമായി പോയി. ഏതൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇട്ട് കളിക്കുക. വേറെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ രേഖാചിത്രം എന്തൊക്കെയാ അന്നൊരു ഡൊമിനിക് എന്ന് പറഞ്ഞൊരു ബോംബ് പൊട്ടിയ സമയത്ത് ബോംബ് വന്നതും ബോംബ് ഉണ്ടാക്കിയതിൻ്റെ പഠനം ഇമാതിരി ഊളത്തരങ്ങളൊക്കെ നടക്കുമ്പോൾ ശരി അതിനെപ്പറ്റിയൊക്കെയുള്ള വിശദമായ പഠനമൊക്കെ നടക്കും. അല്ലേ വേണ്ട എന്ത് കേസ് കിട്ടാണല്ലോ. നിങ്ങളിപ്പോൾ കണ്ടിട്ടില്ലേ മലയാള മനോരമയിലൊക്കെയാണ് രേഖാചിത്രം അടക്കം വരുവാന്ന്. പിന്നെ അന്തിച്ചർച്ചയ്ക്കകത്ത് മൊത്തം പിന്നെ ഇതിനെപ്പറ്റി അങ്ങ് ഡിസ്കഷനാണ്. അല്ല ഈ പറഞ്ഞ പോലെ പല കേസുകൾ ഇവിടെ നടക്കുന്നത് ശ്രദ്ധിച്ചറിയാം. ഈ യൂട്യൂബർമാർ കാണിക്കുന്ന പൊട്ടത്തരങ്ങൾ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞില്ല. സിനിമ അങ്ങനെ ആക്കിയപ്പോൾ ഇങ്ങനായി. സിനിമാക്കാർ ഒരു വശത്തൂടെ കുറേ സാധനം കാണിക്കും. ഈമാതിരി അളിഞ്ഞ പണിക്കല്ലാതെ എന്തുകൊണ്ട് എങ്ങനെ ഇത്രയും ആ ബ്രഹ്മപുരം അത് കത്തിയപ്പോൾ അതിൻ്റെ കുറേ അവിടെയും പോലീസുകാരിൽ നിന്ന് മൂത്രമൊഴിച്ചത് അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ആയിട്ട് നടപ്പുണ്ടാകും. ഇത് കെടുത്താൻ വേണ്ടി കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരം. എന്തൊരു നാണക്കേടാണ്. ഇതൊക്കെയാണോ ഈ പറഞ്ഞ ജേർണലിസമൊക്കെ? ഇതാണോ അന്വേഷിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇതെങ്ങനെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം അത് അന്വേഷിക്കാൻ പറ്റാതെ പോകുന്നതെന്നുള്ളതാണ്. ബാക്കിയുള്ളിടത്തൊക്കെ മൂടിഞ്ഞ പരിപാടിയാണ്. ചർച്ച എന്ന് വെച്ചാൽ ഭയങ്കര ചർച്ചയാണ്. ആ ചർച്ചകളൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാണാൻ രസമാണ്. എന്തെങ്കിലും ഒടുക്ക് സംഭവം നടക്കട്ടെ ഇവിടെ, കച്ചറത്തരം നടക്കണം, അപ്പം കാണാം. ഇല്ല വല്ല പെണ്ണ് കേസ് ഇൻവോൾവ് ആണെങ്കിൽ അപ്പോൾ അങ്ങ് ഭയങ്കര സംഭവമാണ്. കുറേ ഈ വിഡിത്തരങ്ങൾ എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? എന്നാൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യ്. ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റി ചർച്ച ചെയ്യ്. എന്തുകൊണ്ടില്ല? ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനം ഇല്ലാഞ്ഞിട്ട് അത് മാത്രം അറിയത്തില്ലെന്ന്. അതൊന്നും നമുക്കറിയത്തില്ല. അത് നടക്കാത്ത സംഭവമാണ്. ലോകത്തൊക്കെ നടക്കുന്നില്ലെന്ന്. അതുകൊണ്ടാണ് വേത്ര രാജ്യങ്ങളുടെ മാതൃക എന്തൊക്കെ കാണിക്കാം. സാധാരണക്കാർ വല്ലതും ചെയ്തിട്ട് വല്ലതും മറ്റൊന്നിടത്തൊക്കെ ആണെങ്കിൽ ഇതൊന്നും അല്ല നടക്കാൻ പോകുന്നത്. ഇതൊക്കെ ആരുടെ പരാജയമാണ്? അല്ല മീഡിയ എന്തുകൊണ്ട് ഇത് ഡിസ്കസ് ചെയ്യാത്ത, ഇതിന് എന്തോന്നും അനങ്ങാത്തതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇയാൾ വീഴാനുണ്ടായ കാരണം തൊട്ടല്ലേ അവിടെ നിന്ന് മരിക്കാനുണ്ടായ കാരണം എന്താ? അല്ലാതെ അയാളുടെ ഒരു ഡെഡ് ബോഡി തിരഞ്ഞു, മനസ്സിലായല്ലേ? അത് അങ്ങനെ അത്ര പ്രൈസ് ചെയ്യാനും വേണ്ടി ഒന്നും ഇല്ല. ജീവനോടെ പിടിക്കാൻ കിട്ടത്തില്ലെന്നുള്ളത് 1 മണിക്കൂർ 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു പരിധി വരെയൊക്കെ അല്ല പിന്നെ എവിടെയും പിടിച്ചിരുന്നാലും പറ്റും. പക്ഷേ എങ്കിൽ പോലും ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ഡൈവിങ് ഷോ നടത്തിക്കൊണ്ടിരിക്കുക. പ്രഹസന നാടകം ഇതൊക്കെ. ചുമ്മാതെ ഒരു എന്താ പറയണ്ടേ കുറച്ച് നേരം അതൊക്കെ പറഞ്ഞ് ഈ വാർത്തയൊക്കെ നിറഞ്ഞ് ഇവിടെ ഉള്ളവർ ഇതും കണ്ട് രസിച്ച് അതൊക്കെ കണ്ട് എന്തോ ത്രില്ലടിച്ച് അങ്ങ് ഇരുന്നോണം. എന്നാൽ അവിടെ അത് വലിയ സീനാക്കേണ്ട കാര്യമില്ല. കാരണം അതുകൊണ്ട് പ്രയോജനമില്ല. ഇവിടെ സ്കൂബ ഡൈവിങ്ങാറുണ്ട്, നമുക്ക് സമ്മതിച്ച് കൊള്ളാം. ഫയർഫോഴ്സ് ഉണ്ട്. എം വി ഡി പിന്നെ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും പിടിക്കാനും മറ്റേ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കാനൊക്കെ ഉണ്ട്. ക്യാമറ, അത് വേറൊരു ദുരന്തം. എന്തെല്ലോ അല്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓട അല്ലെങ്കിൽ ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിനകത്തോട്ട് പെട്ട മണ്ടത്തരം കാരണം ഒരു മനുഷ്യൻ മരിക്കുക. അവിടോട്ട് അയാൾ ആരിറക്കി, എന്ത് ചെയ്തു, എന്തുകൊണ്ട് അയാൾ ഇറങ്ങേണ്ടി വന്നു, ആ ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട് വേണ്ട സുരക്ഷകളില്ലായിരുന്നു, ആരാണ് ഇതിൻ്റെ പുറകിൽ? അയാളുടെ ലൈസൻസ് ആജീവനാന്തരം റദ്ദാക്കിയോ? ഈ ഓട പണിതവൻ്റെ ലൈസൻസ് റദ്ദാക്കിയോ? കോടതി ഇടപെട്ടോ? ഏതോ ഒരു യൂട്യൂബർ വെള്ളം നിറച്ചപ്പോൾ ഇടപെട്ട ആൾക്കാർ ആ രീതിയിൽ ഇടപെടുന്നില്ല. ഒരുത്തൻ്റെ ലൈസൻസ് കട്ടാവുന്നില്ല. അത് ഒരു മനുഷ്യൻ മരിച്ച ദുരന്തം മാത്രമല്ലത്. അത് അവിടെ വെള്ളം കെട്ട് നിൽക്കുന്നു, ഒഴുകിപ്പോകുന്നില്ല, ഇത്രത്തോളം മാലിന്യ കൂമ്പാരം. ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത്രയും കോടതി മാത്രം ഇടപെട്ടാൽ പോരാ. പാർലമെന്റും അസംബ്ലിയും ഒക്കെ ഇടപെടണം. സുപ്രീം കോർട്ട് വരെ ഇടപെടണം. അങ്ങനെയാണ് അല്ലേ? ശരിയല്ലേ? മറ്റേതിനകത്തൊക്കെ ഇത്രയും വലിയ ഇടപെടലൊക്കെ നടത്തുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഇവിടെ നിന്ന് നിൽക്കേണ്ട കേസല്ല. എത്രയോ പേരുടെ മരണങ്ങൾക്ക് കാരണമാണ് ഇത്ര പടുകുഴികൾ റോഡിലുണ്ട്. എത്രയോ പേര് കുഴിക്കാത്തവനും മരിച്ച്. ഈ കഴിഞ്ഞ ദിവസം ഒരു കമ്പി കുത്തിക്കയറി ബുള്ളറ്റ് വന്ന 2 പിള്ളേർ റോഡിലെങ്ങാണ്ട് കൺസ്ട്രക്ഷൻ ഈ പാലം പണിക്ക് എങ്ങാണ്ട് വെച്ചിരുന്ന എന്തോ കോൺക്രീറ്റ് കമ്പി ഇങ്ങനെ നീണ്ടു നിൽക്കത്തില്ല, ഇങ്ങനെ റെഡി ആയിട്ട് കുത്തിക്കൊല്ലാൻ. അതിങ്ങനെ ഫേസ് ചെയ്തിരിക്കുക റോഡിലോട്ട്. ഇച്ചിരി ഒന്ന് തിരിച്ചു വെച്ചിരുന്നപ്പോൾ ചിലപ്പോൾ പിള്ളേർ മരിക്കാനുള്ള സാധ്യത. കാരണം ഹെൽമെറ്റ് കേട്ട് വന്ന് ഇടിച്ചാൽ ചിലപ്പോൾ ഒന്ന് വീണ് കൈകാല് കൂട്ടിഞ്ഞ് അത്രയൊക്കെ പറ്റത്തുള്ളൂ. ഇനി അങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല. അത് അവിടെ വേറെ നിവർത്തിയില്ലെന്ന് പറയും. ഇതിങ്ങനെ തിരിച്ച് കമ്പി കുത്തിക്കയറാൻ പരുവത്തിന് ഇരുന്നിട്ട് അവിടെ ഒരുത്തൻ്റെ ലൈസൻസ് കട്ടായിട്ടില്ല. നിങ്ങളൊക്കെ അറിയുന്നുണ്ടോ? കാറിന് തീ പിടിച്ച് ഒരുത്തൻ മരിക്കുന്നു. ഇങ്ങനത്തെ ഫ്രീക്ക് മരണങ്ങളുടെ ഒരുപാട് വലിയ ലിസ്റ്റ് എടുക്കാൻ പറ്റും. ചിലപ്പോൾ 1000 പേരൊക്കെ ഒരു വർഷം മരിച്ചു കാണും ഇങ്ങനെ ഫ്രീക്ക് മരണങ്ങൾ. വേറെ രാജ്യത്തൊന്നും മരിക്കാൻ സാധ്യത ഇല്ലാത്ത രീതിയിലത്തെ മരണങ്ങൾ. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ മരിക്കുന്നുണ്ടാവും ഈ വർക്ക് പ്ലേസ് അസാർട്സ് കാരണം, അല്ലെങ്കിൽ അങ്ങനത്തെ ആക്സിഡൻറ്റ്സ് എല്ലാ കൺസ്ട്രക്ഷനിലും ഉണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ സാധനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വലിയ വലിയ അവരുടെയൊക്കെ ആ മഹത്വം അല്ലേ, മറ്റു രാജ്യങ്ങൾ ആ മഹത്വം മനസ്സിലാക്കാനായിട്ട് ഇന്ത്യയിലോട്ടൊക്കെ നോക്കിയാൽ കേരളം കണക്കാണ്. ഇവിടെ ഒന്നാമത് ഈ പോപ്പുലേഷൻ ഭയങ്കര കൂടുതലായതുകൊണ്ടേ ഒരാളൊന്നും മരിച്ചിട്ട് ഒരു കാര്യമില്ല.
ഒന്നിച്ചൊരു 1,00,000 പേരൊക്കെ മരിച്ചാൽ ചിലപ്പോൾ ഇവിടെ ഉള്ളവർക്കെല്ലാം ഒരു ബോധം വരും. അതാ മുല്ലപ്പെരിയാറൊക്കെ പൊട്ടുമ്പോഴേ ഉണ്ടാകത്തുള്ളൂ. നമ്മളെല്ലാം മരിച്ചു പോയിരിക്കും, പക്ഷേ എങ്കിൽ പോലും അപ്പോൾ ബാക്കിയുള്ളവർക്ക് ചെറിയൊരു ബോധം വരും. പിന്നെ എല്ലാവരും പട്ടിണി കിടന്ന് നാശഭാഗത്തേ ഉള്ളൂ. എന്നാലും അപ്പോഴും അപ്പം ചിലപ്പോൾ ആലോചിക്കുമായിരിക്കും കേട്ടോ, പറയാൻ പറ്റത്തില്ല. അന്നോട്ട് മുന്നോട്ടുള്ളവർ ഇത് വലിയൊരു ദുരന്തവും മാതൃകയൊക്കെ ആക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പഠിക്കുമായിരിക്കും. ഇവിടെ മരണങ്ങൾ സംഭവിച്ചാലും ഇപ്പോൾ പഠിക്കുന്നില്ല. നേരത്തെയൊക്കെ 1-2 പേരൊക്കെ മരിച്ചു കഴിയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുവാണ്, ഇപ്പോൾ അതുമില്ല. റോഡ് ആക്സിഡൻസിന് കാരണമാകുന്നത് ഇവിടുത്തെ അമിത വേഗതയും ഈ ട്രാഫിക് വയലേഷൻസും ഒക്കെ തന്നെയാണ്, അല്ലാതെ ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റും ഒന്നുമല്ല. പിന്നെ റോഡ് സിസ്റ്റം, ഫെയിലിയർ ആയിട്ടുള്ള റോഡ് സിസ്റ്റം, വളരെ മോശപ്പെട്ട കണ്ടീഷനുള്ള റോഡ്, ഇതൊക്കെയാണ് കാരണം. അല്ലാതെ ഒരു മദ്യപിച്ച് ഓടിച്ചൊന്നും ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ ഇവിടെ മരിച്ചവരല്ല മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല. ഊതിക്കൽ എന്തൊരു ഊതല, ഊതി 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 അങ്ങ് മടുത്ത ആളുകൾ. എന്നിട്ട് ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ലല്ലോ. എവിടെയാണ് കുറഞ്ഞത്? അതൊക്കെ ചുമ്മാ അടിച്ചങ്ങ് ഇറക്കുകയല്ല. അത് കാരണമുള്ള ശരിയായി ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ടാകും. പക്ഷേ എങ്കിൽ പോലും ഈ വെള്ളം അടിച്ച് വന്നവൻ പോലും മരിച്ചപ്പോൾ അതേതിനും കുഴി ചാടിയായിരിക്കും. അല്ലാതെ അതിനകത്തൊരു 10% അങ്ങനെ കാണും, ഉറപ്പാ. തീരെ ലക്ക് കേട്ട് ഓടിച്ച് വരുന്നവൻ ഇടിച്ചു കൊന്നിട്ടുമുണ്ട്. അത് വേറെ പ്രശ്നം. ഇത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത രക്ഷ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? താരതമ്യേന നോക്കുവാണെങ്കിൽ ഒരു സാധാരണക്കാരൻ, ഒരു മദ്യപിച്ചിട്ടുമില്ല ഒരു കാര്യമില്ലാതെ വന്ന് വീണ് മരിക്കുന്നവനും മറ്റവനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെ പാലിച്ചിട്ട് എന്ത് കാര്യം? ഹെൽമെറ്റും ഉണ്ട്, സീറ്റ് ബെൽറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. സീറ്റ് ബെൽറ്റ് കുരുങ്ങിയാണത്തൊക്കെ തീ പിടിച്ചപ്പോൾ ഇറങ്ങാൻ പറ്റാത്തൊരുത്തം മരിച്ചു പോയത്. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് തല മാത്രം നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ശവടക്കിന് മോന്ത കാണാം ആളുകൾക്ക്, അല്ലേ? തല പൊട്ടിയുള്ള പ്രശ്നമില്ല, നല്ല ഫേസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, അല്ലേ? അതിന് പിന്നെ മറ്റേ പടം വെക്കേണ്ടി വരും. അതിൽ നിന്നൊക്കെ ഒരുപാട് പേർക്ക് ശവോടക്കിന് മോന്ത കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയില്ലേ? അതൊക്കെ ഒത്തിരി എത്രയോ മരണങ്ങൾ. അയ്യോ, ഈ കമ്പി കുത്തി കയറി എടുത്ത് ഹെൽമെറ്റ് വെച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഈ നടന്നു പോകുന്നവൻ്റെ നെഞ്ചത്തോട്ട് ഇടിച്ചു കയറുന്ന വണ്ടികൾ കണ്ടിട്ടില്ലേ? എന്തിനാണ് അവർ ഇടിച്ചു കയറുന്നത്? ഏറ്റവും ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസും അല്ലാതെ ഗുഡ്സ് ക്യാരേജ് വെഹിക്കിൾസ് എല്ലാം ഓവർലോഡഡാണ്. അത് ലെങ്തിൽ ആണെങ്കിലും കമ്പിയൊക്കെ ഓവറോട്ട് നീണ്ടു നിന്നൊരു റിഫ്ലക്ടർ പോലും വെക്കാതെ പോകുന്ന വണ്ടികൾ. ഇനി ഒരു സാധനം കൂടി ഇപ്പോൾ നടക്കും അടുത്ത് തന്നെ. അത് മിക്കവാറും എറണാകുളത്തോ തിരുവനന്തപുരത്തൊക്കെ ആയിരിക്കും. ഈ ബംഗാളികളെയും കൊണ്ട് ടെമ്പോയുടെ പുറകിലും പെട്ടിയോട്ടയുടെ പുറകിലൊക്കെ വെച്ചുകൊണ്ട് പോകും. അതിനകത്തൊന്നും ഒരുത്തിന് ഉറങ്ങി നിലത്തോട്ട് വീണങ്ങ് മരിക്കും, വേറൊരു വണ്ടി കയറും, അല്ലെങ്കിൽ ഇടിച്ച് തെറിക്കും. അത് അടുത്തതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കുറേ പേരെ ഇപ്പം ഇങ്ങനെ കൊണ്ടുവന്നാണ്. ഇത് കണ്ണടച്ചേക്കുക. എന്താ അത് കാണാത്ത, അത് കാണുന്നില്ല. ഞാൻ 1-2 വീഡിയോ എടുത്തിട്ടല്ലോ ഇങ്ങനെ കൊണ്ടുവന്ന ആൾക്കാരുടെ വീഡിയോ. ഞാൻ MVDക്ക് അയച്ചു കൊടുത്ത് ഇതുവരെ ഉണ്ട്. ഇങ്ങനെ പെട്ടിയോട്ടയുടെ പുറകിലൊക്കെ ഇരുത്തിക്കൊണ്ട് പോയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് അയച്ചു കൊടുത്തു. അതിന് എന്ത് നടപടി എടുത്തെന്ന് വെച്ചാൽ ഒരു നടപടിയും വന്നിട്ടില്ല എന്നുള്ളത്, മെയിലൊന്നും വന്നിട്ടില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോഴും ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരാൾ വീട് മരിച്ചാലും അപ്പോൾ കിടന്നോണ്ട് കൊണോണെന്ന് പറയും. നേരത്തെ ഇത് കാണുന്നില്ല ഇവരാരും. ഇവരെന്തോ പിന്നെ കാണുന്നത്? ഇവരാകെ ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് മാത്രമേ കാണത്തുള്ളൂ. ഇതിന് ഇറങ്ങിയിരിക്കുന്ന പോലീസുകാർ MVDയും അല്ലാത്തൊരു ആകെ കാണുന്ന പരിപാടിയാണ്. ഒന്നെങ്കിൽ ഊതൽ, അല്ല ഹെൽമെറ്റ്, അല്ല സീറ്റ് ബെൽറ്റ്, അതുമല്ല ബുക്കും പേപ്പറും ഉണ്ട്. ഭയങ്കര ചെക്കിങ്. അയ്യോ, ഇതില്ലാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്. കാശുണ്ടാക്കാൻ പറ്റുന്ന പോക്കറ്റ് അടിക്കുന്ന പരിപാടി അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് കാണുന്നില്ല കേട്ടോ. അത്യാവശ്യമുള്ള പല സ്ഥലങ്ങളിലും ട്രാഫിക് ബ്ലോക്കുകളൊന്നും ഇപ്പോൾ പോലീസുകാരെ കാണുന്നില്ല. ട്രാഫിക് പോലീസ് എവിടെയാണെന്ന് ചോദിച്ചാൽ അപ്പുറത്ത് മറന്നു നിൽക്കുക വളവിനൊക്കെ. ഇനി ഞാൻ കണ്ട ഒരു വളവിന് പാത്ത് നിൽക്കുന്നു, എന്നിട്ട് ഊതിക്കുന്നു. അവിടെ മുടിഞ്ഞ ബ്ലോക്കിൽ പെട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി ഇപ്പുറത്തോട്ട് തിരിയുമ്പോൾ കാണുന്ന സീൻ നാണക്കേടല്ലേ ഇതൊക്കെ കാണും. നമുക്ക് ഒരു ഉളുപ്പില്ലേ ഇതൊക്കെ ചെയ്യാൻ? ഇത് എന്തുവാ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയത്തില്ല. ഇങ്ങനെ ഉളുപ്പില്ലാത്തവന്മാരാകുന്നത് എങ്ങനെയാ? എന്തോ പഠിച്ചത്? ഇവരെയൊക്കെ ഇതിനാണോ ജോലിക്ക് ഇരുത്തിയിരിക്കുന്നത്? ഞാൻ ഇന്ന് വീഡിയോ ഇട്ടിട്ടുമുണ്ട്. മുടിഞ്ഞ ബ്ലോക്ക്, അവിടെ ഒരു പോലീസുകാരും പോകില്ല. അവരറിഞ്ഞിട്ടില്ല. കാരണം അവർ അപ്പുറത്ത് വഴിയേരി പാത്ത് നിൽക്കുക. വല്ലവരും വരുമ്പോൾ ഊതിയിട്ട് വല്ലതും കിട്ടുമോ, നക്കാപ്പിച്ച് അടിക്കാൻ പറ്റുമോ, പോക്കറ്റടി വല്ലതും നടക്കുമോ? ഇപ്പോൾ പോക്കറ്റ് അടിക്കാറില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഈ പോക്കറ്റടി സംഭവം കേട്ടിട്ടുണ്ടോ? അവരെ മൊത്തം ഈ പോലീസിലെടുത്തേക്കുവാ ഇപ്പോൾ, മനസ്സിലായോ? അതുകൊണ്ട് പോക്കറ്റടി നിന്നിട്ടുണ്ട്, അത് നല്ല കാര്യം. പക്ഷേ എന്നാലും നിയമപരമായി ഈ പോക്കറ്റടിക്ക് ഇവരെ യൂസ് ചെയ്യുന്നത് വളരെ മോശമാണ്. ഈ റോഡ് സൈഡിൽ നിന്ന് പോക്കറ്റ് അടിക്കുന്ന പരിപാടി അല്ലാതെ എന്തൊരു നാണം കെട്ട ജീവിതമായത്. നിങ്ങൾക്ക് ഉളുപ്പില്ലേ? ഇങ്ങനെ പോക്കറ്റ് അടിക്കാൻ ഇറക്കി വിടുമ്പോൾ പോക്കറ്റ് അടിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്, അത് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഇതാണ് എൻ്റെ ജോലി എന്ന് ഇങ്ങനെ തെറ്റിദ്ധരിച്ച് ഇവർ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ 3-4 കണ്ടു. ആ വെള്ളം ഭയങ്കരമായിട്ട് വെള്ളം കയറി. ഇവിടെ എടപ്പള്ളി ആലുവിൻ്റെ അവിടെ മുടിഞ്ഞ വെള്ളവും ബ്ലോക്കും. അവിടെ കൊച്ചു പിള്ളേരെല്ലാം അവിടെ നേരെ നിന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഇത് പോട്ടെ അത് പോട്ടെ ഭയങ്കര എന്താണ് സ്ലാബ് പൊക്കി മാറ്റുന്നു, ട്രെയിനിൻ്റെ അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നു, ആരാണ്ടൊക്കെ വീഴുന്നു. ഒറ്റ പോലീസുകാരില്ല, ഒരു ആംബുലൻസ് പോലും അതുവഴി പോകുന്നില്ല. ഏതെങ്കിലും ഒരു മന്ത്രി തൊലിഞ്ഞവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ അതിൻ്റെ പുറകെ ആംബുലൻസ്, 10 പോലീസ്. കണ്ടിട്ടില്ലേ ആ ബ്ലോക്ക്? ഭയങ്കര പരിപാടി, എന്തോ വൻ സീൻ. ഇവന്മാർ ഈ കാണിക്കുന്ന മണ്ടത്രയിൽ ഒപ്പിച്ച് വെച്ചേക്കുന്നവന്മാർ പോകുമ്പോൾ ഇത്രയും ബഹളം. ഇവിടെ മെയിൻ ഏരിയ എന്ന് ഓർത്തോണം, അവിടെ നാട്ടുകാരൊന്ന് കൈ കാണിച്ച് വിടുന്നു. അതെനിക്കൊന്ന് ആ സമയത്ത് എല്ലായിടത്തും പോയി മറഞ്ഞിരിക്കുമായിരിക്കും. ഇങ്ങനെ വളവിനൊക്കെ നിന്ന് കുതിക്കുക ഭയങ്കര ഞങ്ങൾ ഭയങ്കര സംരക്ഷണത്തിന് ഇറങ്ങിയേക്കുവാന്ന്. ഇതൊക്കെ ഇത്രയും മണ്ടത്തരം അല്ലെ? ഇതുപോലത്തെ നാടകം കളിക്കാൻ, ഇങ്ങനെ ഉളുപ്പില്ലാതെ പോക്കറ്റ് അടിക്കാൻ ഉളുപ്പില്ലാത്ത മനുഷ്യനായി മാറുന്ന എങ്ങനെയാണ് ഈ അധികാരമുള്ളവരെന്നാ മനസ്സിലാവാത്തത്? ഇവരെന്തിനാ ജീവിക്കുന്നത്? ഇവരെങ്ങനെ അറിയും ഇതൊക്കെ? എനിക്കത് മനസ്സിലാവുന്നില്ല. എങ്ങനെ അറിയോ എൻ്റെ അടുത്തൊരു ബ്ലോക്ക് ഉണ്ടായി, അല്ല അവിടെ ഒരു പ്രശ്നമുണ്ട്? ഇവർ അറിയുന്നില്ലെന്ന്. അതല്ലേ, വെറുതെ ഒന്ന് വന്നു പോകാൻ പോലും അവർക്ക് പറ്റുന്നില്ല. ഇതില്ലേ ഇനി പോലീസുകാർക്ക്? അല്ലാത്ത സമയത്ത് ഉണ്ടല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ എന്തിനും ഈ മന്ത്രിമാർ പോകുമ്പോൾ റോഡ് നീളമുണ്ട്. ഇതാരെ സേവിക്കാനാണ് ഈ പോലീസ് ശരിക്കും ഇവിടെ?
എന്ത് സർവീസാണ്? പോലീസ് സർവീസ് എന്നാണ് പറയുന്നത്. ഇത് ആരെയാണ് സർവീസ് ചെയ്ത്? ഒരു പിടിയും കിട്ടുന്നില്ല. വല്ല സർവീസ് സ്റ്റേഷൻ നടത്തുവാണോ? ചിലപ്പോൾ കാണാൻ ആവശ്യമില്ലാത്തപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന പാവപ്പെട്ട പിള്ളേരെല്ലാം പിടിച്ച് ഭയങ്കര പരിപാടി, ഭയങ്കര മയക്കുമരുന്ന് വേട്ടയാന്ന് പറഞ്ഞാൽ മറൈൻ ഡ്രൈവിൽ നടക്കുന്നവൻ്റെ പോക്കറ്റ് തപ്പുക, അദ്ദേഹത്ത് തപ്പുക, എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് ഫേസ്ബുക്ക് പേജിൽ ഇടുക, റീൽസ് ഉണ്ടാക്കുക, എന്നിട്ട് മാസമാണെന്നൊക്കെ പറയുന്ന പോലെ തീട്ട പരിപാടി അവതരിപ്പിക്കുക. എവിടെയെങ്കിലും കാണാൻ ആവശ്യമുള്ളിടത്ത് വരുന്നതോ ഏറ്റവും അവസാനം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകട്ടെ, അത് സിനിമയ്ക്കകത്ത് പോലും അങ്ങനെയാന്നേ. പോലീസുകാർ വരുന്ന സമയം ലേറ്റ് ആയി പോകും. അതെങ്ങനെ? അത് ഏറ്റവും ആദ്യം എത്തേണ്ട ഒരു ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞിട്ട് വരും. വന്നിട്ടോ പിന്നെ അത് കുളവാക്കും. അതാ വേറെ രസം. ഇവർക്ക് എന്ത് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പല സ്ഥലത്തും നിങ്ങൾ എടുത്തു വെച്ച് നോക്കിയോ, ഇവർ വന്നു കഴിഞ്ഞ് കുളമാക്കുന്നുണ്ട് ഒത്തിരി സ്ഥലങ്ങൾ. പലതും അറിയാത്ത പോലത്തെ ഇടപാടുകൾ. ഇതെന്ത് ഇങ്ങനെ ആയത്? ഇതെങ്ങനെ ഇങ്ങനെ ആയി? പോലീസുകാർ എങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും മരുന്ന് വല്ലതും കഴിച്ചു മണ്ടന്മാരായി പോവാൻ? ആരെങ്കിലും എന്തെങ്കിലും പരാതി കൊണ്ട് ചെന്നാൽ അതും കൊള്ളത്തില്ല. സാധാരണക്കാർക്കൊന്നും ഒരു 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 പ്രയോജനമില്ലാത്ത പോലത്തെ ഒരു സിസ്റ്റം ആക്കിക്കൊണ്ട് വരിക. ഇത് ശരിയല്ല. ഇത് ഒട്ടും ശരിയാകത്തില്ല. ഒന്നും കണ്ടിട്ട് ആരും അറിയുന്നുമില്ല. മീഡിയക്കാർക്ക് ഇതൊന്നും അറിയാൻ വേണ്ട. അവരുടനെ കിടന്നുകൊണ്ട് അവിടെ സ്കൂബ ഡൈവിങ് എൻ്റെ ബായിലോട്ട് പോലീസുകാരനായിട്ട് വെച്ചു കൊടുത്ത് ഫോട്ടോ ഇട്ട് അതിനെയും പ്രൈസ് ചെയ്തിരിക്കുക. അവിടെ ഒരാൾ മരിച്ചതാണ് പ്രശ്നം കേട്ടോ. അല്ലാതെ അവിടെ വന്നവരുടെ പ്രകടനവും അഭ്യാസവും ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. മരിക്കാനുണ്ടായ കാരണം ഇവരുടെ അഭ്യാസക്കുറവും അല്ലല്ലോ, അല്ലേ? ശരിയല്ലേ? ആ സ്ഥിതിക്ക് നമ്മൾ സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ കണ്ടെത്തുകയോ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നാണം കിട്ടവന്മാർ, ഇതുപോലെ ഉടുപ്പില്ലാത്ത വർഗം. എവിടെ ഇതിന് മുന്നേ ഇവരൊക്കെ എവിടെ വന്നു? ഈ ഓട ക്ലീൻ ചെയ്യാൻ പിന്നെ ഇനി മുതൽ ഈ സ്കൂബ ഡൈവിങ്ങാരെ വിളിക്കുക, അവരിറങ്ങട്ടെ. അങ്ങനെയാണോ ഇവിടെ ചെയ്യുന്നത്? അല്ലല്ലോ. ഇതുപോലെ ക്ലീൻ ചെയ്യുന്നവർക്ക് എത്ര പേർക്ക് ഇപ്പോൾ ഇതിൻ്റെ ഇൻഡക്ഷനോ എന്തെങ്കിലും കൊടുത്തോ? എങ്ങനെ ഈ ജോലി ചെയ്യണം? അവർക്ക് എന്തെങ്കിലും സേഫ്റ്റി എക്യുപ്മെൻസിൻ്റെ എണ്ണം കൂട്ടിയോ? നാളെ ഇതുപോലെ ഒരുത്തനെയും കൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ തന്നെയല്ലേ ഇറങ്ങാൻ പോകുന്നത്? ഇതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു കാറ് മറ്റേ കത്തിയപ്പോൾ വേറെ നാട്ടുകാരൊക്കെ വീഡിയോ ഇടാൻ തുടങ്ങി എങ്ങനെ അതിനകത്തൊന്ന് രക്ഷപ്പെടേണ്ടതെന്ന്. അവിടെ ഈ പറഞ്ഞ പോലത്തെ വലിയ മറ്റേ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും പറയാനുമില്ല, അവരറിഞ്ഞില്ല, അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ വീഡിയോ ഇടാറുണ്ട്. അവരെന്തെങ്കിലും മാസ് കാണിക്കുമ്പോൾ വീഡിയോ ഇടും. പൊട്ടത്തരം കാണിക്കുമ്പോൾ ഏതോ പിള്ളേരൊക്കെ കല്യാണത്തിന് വണ്ടിയുടെ മോളിൽ കയറി നിന്നോ ഒക്കെ പറയുന്നതിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവനെ കൊണ്ട് സോറി പറയിക്കുക. ഭയങ്കര ഭയങ്കര ലോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോ ലെവൽ പരിപാടികൾ. അതാണ് ഇവർ അവതരിപ്പിക്കുന്ന പല പരിപാടികളും ഇപ്പോൾ. എന്നാൽ പിന്നെ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ഓരോ മാർഗ്ഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നും ഇങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പ് എവിടെ നിന്നൊക്കെ എന്തൊക്കെ അപ്രൂവൽ എടുക്കണമെന്നും അങ്ങനത്തെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. അല്ല അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ഇറങ്ങേണ്ട ആവശ്യം വരരുത്. അതിനകത്ത് ഈ വേസ്റ്റ് വരാൻ പാടില്ല. അവിടെയാണ് പ്രശ്നം. വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഇതൊക്കെ. മാലിന്യ കൂമ്പാരത്തിന് തീ പിടിച്ചിട്ടുണ്ടായ പൊല്യൂഷനെ പറ്റി ഒന്നും ഒരു മീഡിയ അല്ല ഇത് കത്തിക്കോ അല്ലാതെ വേറെ എന്താ വഴി? അതൊന്നുമില്ല. പകരം വേറെ ഇവിടെ എത്രയോ പേരുടെ ലങ്സിനകത്തൊക്കെ എന്തൊക്കെ കാണുമെന്ന് ആർക്കറിയാം. എന്തിനും സംഭവിച്ചു കഴിഞ്ഞാലോ പിന്നെ ഇവന്മാരുടെ ഇടപെടലാ വയ്യാത്ത. അയ്യോ ഇടപെട്ടങ്ങ് കുളവാക്കി അങ്ങ് നശിപ്പിക്കുമെന്നേ. ഒരാളെ നശിപ്പിക്കാനൊക്കെ മിടുക്കന്മാരാ കേട്ടോ, ഭയങ്കര മിടുക്ക. ആരെങ്കിലും ഒരുത്തനെ കൊല്ലാനോ നശിപ്പിച്ച് അവൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കാനാണ് മിടുക്കന്മാരായിട്ടോ. അത് പഠിച്ചിരിക്കും ആൾക്കാർ. പകപോക്കൽ, അസൂയ കൊണ്ട്, പിന്നെ ജോലി കയറിയ അഹങ്കാരം കൊണ്ട്, കൈക്കൂലി. ഇതൊക്കെയാണ് പഠിച്ചേക്കുന്നത്. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ പറയാനല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഓരോ കേസും ഓരോ ഇൻസിഡൻസും വരുമ്പോൾ ഇതുപോലെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ, റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാർ അവരിടപെടുന്ന കണ്ടാലുണ്ടല്ലോ വളരെ മോശം. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടങ്ങ് പറയുക. വളരെ മോശം. ഇതുപോലത്തെ എത്ര വീഡിയോ എടുക്കാൻ പറ്റുന്നറിയാം. എന്തോരം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇവർ നമ്മുടെ പുറകെ വരും, പ്രതികാരമൊക്കെ ആയിട്ട്. അങ്ങനത്തെ ബുദ്ധിയാന്നേ പലർക്കും. അവർക്ക് പറയും ഇവൻ അഹങ്കാരമാണ്, അവനെ ഒതുക്കണം എന്നൊക്കെ പറഞ്ഞ് വേണം അതിൻ്റെ പുറകെ വരാൻ മടിയില്ലാത്ത ഒരുതരം അത്രയും തരം താന്ന ചിന്താശേഷിയുള്ള മനുഷ്യർ. ഇവരോടൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലെന്ന്. ഇതുപോലത്തെ പണിയൊക്കെ ആയിരിക്കും നാളെ ചെയ്യാൻ പോകുന്നത്. ആർക്കറിയാം? ഇത് കുറേ എണ്ണം എടുത്ത് ഉറപ്പായി ഇവരിങ്ങനെ തന്നെ നമ്മളോട് പ്രതികാരമൊക്കെ ചെയ്ത് കളയും. അങ്ങനത്തെ ഒരു പ്രത്യേക മാനസികാവസ്ഥയുള്ള മനുഷ്യരായിപ്പോയി. എന്ത് ചെയ്യാനാ? എനിക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ വളരെ മോശം. ചർച്ച ചെയ്യുന്ന വിഷയമാണ്. നോക്കിക്കോണേ. ഇനിയിപ്പോൾ ഏതായാലും പെണ്ണുങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോവുകയും ചെയ്യും എല്ലാം.